ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ക്ലാസ് ഉപകരിക്കുന്നുണ്ട്, എനിക്കിങ്ങനെ പഠിച്ചാൽ മനസ്സിലാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ തീർച്ചയായും മിസ്സാക്കരുത്. നമുക്ക് പവർ ക്യാപ്സ്യൂൾ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ഓർഡറിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. തീർച്ചയായും നിങ്ങൾ ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകും. അപ്പോൾ ഞാൻ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ കൂടെ റെസ്പോണ്ട് ചെയ്യാൻ പറയും. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുക. ക്ലാസ്സിൽ നിന്ന് തന്നെ മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കുക. പിന്നീട് ഇതിന് സമയം കളയേണ്ടി വരരുത്. പിന്നീട് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി മാത്രമേ ഇതിന് സമയം കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചു പോവുക. പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം റിവിഷന് വേണ്ടി, റിവിഷൻ എപ്പോഴും മാറ്റി വെക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും റിവിഷന് മാറ്റി വെച്ചോ. നമുക്ക് എപ്പോഴും ഉണ്ടാവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചാലേ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ഈ ഒരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അറിയാം. പലർക്കും ഭയങ്കരമായിട്ട് പറ്റിയൊരു ഫോൾട്ടാണ് അത്. റിവിഷൻ ഇല്ലാതെ പോയി എക്സാം എഴുതി അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റുന്നത്. ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തെറ്റിക്കുമ്പോഴാണ്. അപ്പോൾ അത് ഇനി നിങ്ങൾ അനുഭവിക്കരുത്. അനുഭവിക്കാതിരിക്കാനാണ്. ഓൾറെഡി അനുഭവിച്ചവർ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുന്നുണ്ട്. പലരുടെയും മെസ്സേജ് വരും, സാറ് പറയുന്നത് 100% ശരിയാണ്. കാരണം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കൊരു കോൺഫിഡൻസ് കൂടുന്നതും അതുപോലെ തന്നെ നേരെ പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും. നിങ്ങളുടെ റിവിഷൻ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിവിഷൻ ചെയ്യുക. അത് എക്സ്പീരിയൻസ് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഫോൾട്ട് വരരുത്. നിങ്ങൾക്ക് ആ ഫോൾട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും തവണ പറ്റുന്നത്രയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത്. ഓരോ ക്ലാസ്സിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പറ്റുന്നത്രയും നിങ്ങൾ റിവിഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രം എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനിരിക്കുക. അതായത് ആഴ്ചയിലെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾ എന്തായാലും റിവിഷനായിട്ട് മാറ്റി വെക്കണം. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ റിവിഷനായിട്ട് മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതുവരെ എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടോ, അത് ഏതൊക്കെ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി വെക്കുക. അതിനുശേഷം മാത്രം എപ്പോഴും അടുത്ത ക്ലാസ് ചെയ്യുക. പിന്നെ എക്സാം അടുക്കുമ്പോൾ പറ്റുന്ന അത്രയും PYQs ഒക്കെ അറ്റൻഡ് ചെയ്യണം. നമ്മുടെ ബാച്ചിലുള്ളവർക്ക് നമ്മൾ ഓരോ ടിപ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ബാച്ചിൽ ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. വാട്സ്ആപ്പ് ബാച്ചിൽ ഇപ്പോൾ ഞാൻ ആരും കയറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഞാൻ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ വാട്സ്ആപ്പ് ബാച്ചിൽ പകുതിയൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റഷ് ഫീൽ ചെയ്യും. എന്നിട്ട് ഞാൻ പകുതിയോളം ആളുകളെ കയറ്റിയിട്ടുണ്ട്. അതായത് അവർ നിർബന്ധം പിടിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞ് കയറ്റിയിട്ടുണ്ട്. അവർക്ക് സ്റ്റഡി ടിപ്സും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവരെ ബാച്ചിൽ കയറ്റിയിട്ട്. പക്ഷേ ഇനി എന്തായാലും നടക്കില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഉള്ളത് 10th പ്രിലിംസിന്റെ ബാച്ചാണ്. 2 ബാച്ച് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ആവാൻ ശ്രദ്ധിക്കുക. അതും ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. അതും നിങ്ങൾക്ക് ഒരുപാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെൻഡിങ് വരും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യൽ ഉറപ്പാക്കുക. പിന്നെ പ്രിലിംസ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻസിന് നമ്മൾ ബാച്ച് തുടങ്ങുമ്പോൾ അതിൽ ഫീസിൽ അളവുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും 50% ഒക്കെ ഫീസ് അടക്കേണ്ടി വരുള്ളൂ. കാരണം നിങ്ങൾ പ്രിലിംസ് ഓൾറെഡി ക്രാക്ക് ചെയ്ത്, പ്രിലിംസ് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു ഓൾറെഡി ക്രാക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പറയുന്ന രീതിയിൽ, പറയുന്ന മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്രാക്ക് ചെയ്യും. അപ്പോൾ മെത്തേഡ്സ് അറിയാൻ വേണ്ടിയിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ആദ്യം സിലബസിൽ നമ്മൾ തരുന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താലേ നിങ്ങളുടെ ഫോൾട്ടുകൾ മാറി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ഫോൾട്ടുകളാണ് വരിക. അപ്പോൾ നിങ്ങളുടെ ഫോൾട്ട് മാറി നിങ്ങൾ റാങ്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് ആദ്യം നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ, അതായത് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഫോൾട്ടുകൾ എന്താണ് നിങ്ങൾ മാറ്റിയെടുക്കണം. അതിനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരും. അതായത് ചില കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ പലരുടെയും എന്തൊക്കെയാണ് ഫോൾട്ടുകൾ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ ജോയിൻ ചെയ്താൽ മാക്സിമം ടോപ്പിക്സ് ഒക്കെ തീർത്ത് പോയി അവസാനം നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ്സും ഒക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പോയിട്ട് ഉറപ്പിച്ച് പ്രിലിംസ് കിട്ടുമെന്ന് എക്സാമിന് മുമ്പ് തന്നെ ഉറപ്പിക്കുന്ന മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോയി എക്സാം എഴുതണം. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എൻക്വയറി നടത്തുക. അപ്പോൾ അതിൻ്റെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് അധികം ഒന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് എന്തായാലും ക്ലാസ് തുടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്തു തരാം. അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിറ്റാമിനുകളുടെ രാസനാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിൽ നമ്മൾ പറഞ്ഞിട്ട് വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലേ. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ് അല്ലേ. കാഴ്ചക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. അതെങ്ങനെ ഓർത്തു വെക്കുക? എ ഫോർ അന്ധൻ എന്ന് ഓർത്തു വെച്ചാൽ മതി. വിറ്റാമിൻ എ ഇല്ലെങ്കിൽ അവൻ എന്താണ്? അന്ധൻ. എ ഫോർ അന്ധൻ എന്ന് ആലോചിച്ചാൽ അത് കിട്ടും. ഇനി വിറ്റാമിൻ എയുടെ രാസനാമം എന്താ? അതും ഞാൻ കണ്ണുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം എന്താന്ന് ചോദിച്ചാൽ ഏതാണ്? റെറ്റിനോൾ.
പിന്നെ വിറ്റാമിൻ ബിയുടെ എന്താണ് ബി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ നേരെ പഠിച്ചതാണ്. ഇപ്പൊ നമുക്ക് റിവിഷൻ മാത്രം ചെയ്യാം. കോഴ്സൊക്കെ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാവും. വിറ്റാമിൻ ബിയുടെ രാസനാമം എന്താണ്? തയാമിൻ. വിറ്റാമിൻ B2 ആണെങ്കിൽ റൈബോഫ്ലേവിൻ. വിറ്റാമിൻ B3 എന്നത് തിരിച്ചിട്ടാൽ നാ പോലെ ആവൂലേ, അപ്പൊ നിയാസിൻ ആണ് വിറ്റാമിൻ B3യുടെ രാസനാമം. പെല്ലഗ്ര, വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B3. പിന്നെ സൂര്യപ്രകാശത്തിൽ അവിടുന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഞാൻ പറഞ്ഞുതരാം. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിക്കും. ഏതാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത്? അതായത് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത ഒരു വിറ്റാമിൻ ഉണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത്. ഏതാണ്? വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ D ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. എന്നാൽ സൂര്യപ്രകാശത്തിലൂടെ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശത്തിലൂടെ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B2 ആണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ. പിന്നെ ചൂടാക്കുമ്പോഴും മൂത്രത്തിലൂടെയൊക്കെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ C ആണ്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ C. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ചോദിക്കും. അതേതാണ്? സ്കർവിയാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദ്യം വരാറുണ്ട്. K4 കട്ട പിടിക്കൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ വിറ്റാമിൻ K ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ E ആണ്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മൾ അയിരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അലുമിനിയത്തിന്റെ അയിര് എന്താണ്? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ കിട്ടും. പിന്നെ അയണിന്റെ ഹേമറ്റൈറ്റ് ആണ് H എന്താണ്? ഹേമറ്റൈറ്റും. I എന്താണ്? അയണും. അയണിന്റെ ഹേമറ്റൈറ്റ് അല്ലേ? അയണിന്റെ ഹേമറ്റൈറ്റ്. ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് അയണിന്റെ. പിന്നെ ഏതാണ്? കോപ്പറിന്റെ കുപ്രൈറ്റ് അല്ലേ? കുപ്രൈറ്റ്, മാലക്കൈറ്റ്. ഓക്കെ, കുപ്രൈറ്റ്, മാലക്കൈറ്റ് ഇതൊക്കെ കോപ്പറിന്റെ അയിരാണ്. പിന്നെ സിങ്കിന്റെ എന്താണ്? സിങ്ക് കലാമിൻ. സിങ്ക് ബ്ലെൻഡും. സിങ്ക് ബ്ലെൻഡ് സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ സിങ്കിൽ ഇട്ടിട്ടാണ് നമ്മൾ കലം കഴുകുന്നത് എന്ന് ആലോചിച്ചാൽ അതും കിട്ടും. നമ്മുടെ ഷോർട്സ് ഒക്കെ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണും. ഓരോന്നും നമ്മൾ AI ഉപയോഗിച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷോർട്സും പോയി കാണാം. ഷോർട്സിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഷോർട്സിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഷോർട്സ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണാം. അപ്പോൾ നമുക്ക് അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം, ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അധികം ഒന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം പ്രകാശ പ്രതിഭാസങ്ങൾ നോക്കാം. പ്രകാശ പ്രതിഭാസങ്ങൾ ഇത് എപ്പോഴും ചോദ്യം വരുന്നല്ലേ? ചില ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏതിന് ഉദാഹരണമാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നി മിന്നി കാണുന്നതിന് പിന്നിലെ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ് കേട്ടോ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് ഏതാണ്? അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് അപവർത്തനമാണ്. ഗ്ലാസ്സിലെ ജലത്തിൽ കിടക്കുന്ന നാണയം അടിത്തട്ടിൽ നിന്ന് അല്പം ഉയർന്നതായി തോന്നുന്നതിന് കാരണവും ഏതാണ്? അപവർത്തനമാണ്. ഏതാണ്? അപവർത്തനം. ഓക്കെ. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? മഴവില്ല് ഉണ്ടാകാൻ കാരണം അത് പ്രകീർണനമാണ് അല്ലെ? മഴവില്ല് ഉണ്ടാവാൻ കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രകീർണനം. പ്രകീർണനമാണ്. അപ്പോ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനമാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിലെ ജലത്തിൽ കിടക്കുന്ന നാണയം അടിത്തട്ടിൽ നിന്ന് അല്പം ഉയർന്നതായി തോന്നുന്നതിന് കാരണം ഏതാണ്? അതും അപവർത്തനമാണ്. അതും അപവർത്തനമാണ്. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ പ്രകീർണനമാണ്. മഴവില്ല് ഉണ്ടാകാൻ കാരണം ഏതാണ്? പ്രകീർണനം. അപവർത്തനം ഏതൊക്കെയാണ്? ഗ്ലാസ്സിലെ ജലത്തിൽ കിടക്കുന്ന നാണയം അടിത്തട്ടിൽ നിന്ന് അല്പം ഉയർന്നതായി തോന്നും. അതായത് നല്ല താഴേക്കും കിടക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് അടുത്തായിട്ട് തോന്നും. അതായത് പുഴയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പുഴയിൽ നിൽക്കുമ്പോൾ കല്ല് വളരെ അടുത്തായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പുഴക്ക് കുറച്ച് ആഴം ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ കല്ലൊക്കെ വളരെ അടുത്തായിട്ട് തോന്നാൻ കാരണം എന്താണ്? അത് അപവർത്തനമാണ്. പിന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? അപവർത്തനമാണ് കേട്ടോ. ഏതാണ്? അപവർത്തനം. ഏതാണ്? അപവർത്തനം. മഴവില്ല് ഏതാണ്? പ്രകീർണനം. മഴവില്ലിന് കാരണം ഏതാണ്? പ്രകീർണനം. ഓക്കെ. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഓക്കെ, അത് പ്രകീർണനമാണ് കേട്ടോ. പ്രകീർണനം. ഓക്കെ. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ഏതാണ്? വിസരണമാണ്. ഇമ്പോർട്ടന്റ് ആണ്. വിസരണം. വിസരണം. ഓക്കെ. എന്താണ്? ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ഏതാണ്? വിസരണമാണ്. വിസരണം. ഒരു വട്ടം കൂടെ. ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ഏതാണ്? വിസരണമാണ്. ഏതാണ്? വിസരണം. ഏതാണ്? വിസരണമാണ്.
എന്താണ്? ഒന്നുകൂടെ, ഉദയാസ്തന സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിസരണം. പിന്നെ നാണയം, അതായത് അടിത്തട്ടിൽ കിടക്കുന്ന നാണയം കുറച്ച് പൊന്തി കിടക്കുന്നത് പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനമാണ് അല്ലെ? അപവർത്തനം. ഓക്കെ, പഠിച്ചു വെക്കണം. ആകാശ നീലിമയ്ക്ക് കാരണം ഏതാണ്? വിസരണം. ആകാശ നീലിമയ്ക്ക് കാരണം വിസരണമാണ് അല്ലെ? ആകാശ നീലിമയ്ക്ക് കാരണം ഏതാണ്? വിസരണമാണ്. ഓക്കെ, ആകാശ നീലിമയ്ക്ക് കാരണം വിസരണമാണ്. ആകാശ നീലിമയ്ക്ക് കാരണം വിസരണമാണ്. ഓക്കെ, ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്നത് ഏതാണ്? പ്രതിപതനം. പ്രതിപതനം. ആകാശ നീലിമയ്ക്ക് കാരണം, ആകാശത്തിന്റെ നിറത്തിന് കാരണം കണ്ടെത്തിയത് ആരാണ്? റെയ്ലി പ്രഭുവാണ് അല്ലെ? റെയ്ലി പ്രഭുവാണ്. കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് ആരാണ്? അത് CV രാമനാണ്. നമുക്കറിയാം, രാമൻ എഫക്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. CV രാമനാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചതൊക്കെ നമുക്കറിയാം. നോബൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് CV രാമൻ. അറിയില്ലേ? CV രാമനാണ്. എപ്പോഴാണ് നോബൽ സമ്മാനം ലഭിച്ചത്? 1930 CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത്. ഏതിനാണ്? ഭൗതിക ശാസ്ത്രത്തിനാണ് ലഭിച്ചത്. അപ്പൊ അതിന് മുമ്പ് ആർക്കാണ് ലഭിച്ചത്? ആദ്യ നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ചോദ്യം വന്ന, അല്ലെങ്കിൽ ഏഷ്യക്കാരൻ എന്നൊക്കെ ചോദിച്ച 1913 ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ? രവീന്ദ്രനാഥ് ടാഗോറിന് എന്തിനാണ് ലഭിച്ചത്? സാഹിത്യത്തിനാണ് ലഭിച്ചത്. സാഹിത്യം എന്ന വിഷയത്തിനാണ്. ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ കൂടെ പഠിച്ചോ. ഘോര അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഗീതാഞ്ജലി അദ്ദേഹത്തിന്റെ കൃതിയാണ്. കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. പിന്നെ ജനഗണമന രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അത് നമുക്കൊക്കെ അറിയാം. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. നമ്മുടെ വന്ദേ മാതരം അല്ലെ? നമ്മുടെ ദേശീയ ഗീതമായി, ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗാനം രചിച്ചതും ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചതും, അതായത് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോറാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചതും ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. ഏതാണ്? അമർസോന രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോറാണ്. പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്ന എന്താണ്? പ്രതിപതനമാണ് കേട്ടോ. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്നത് പ്രതിപതനം. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്ന എന്താണ്? പ്രതിപതനം. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ, എൻഡോസ്കോപ്പി, പിന്നെ വജ്രത്തിന്റെ തിളക്കം, പിന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മരീചിക എന്നിവക്ക് കാരണമായ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ് അല്ലെ? പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ, എൻഡോസ്കോപ്പി, വജ്രത്തിന്റെ തിളക്കം, അതുപോലെ തന്നെ മരീചിക എന്നിവക്ക് കാരണമായ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന പ്രത്യേക വർണ്ണത്തിന് കാരണം അല്ലെ? സോപ്പ് കുമിളയിൽ ഒരു പ്രത്യേക വർണ്ണം നമുക്ക് കാണും അല്ലെ? അതെന്താണ്? അത് വ്യതികരണമാണ്, അഥവാ ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് അഥവാ വ്യതികരണം. ഓക്കെ, വ്യതികരണമാണ്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന പ്രത്യേക വർണ്ണത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യതികരണമാണ്. ഒരു വട്ടം കൂടെ നോക്കാം. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്നത് പ്രതിപതനമാണ്. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്നതാണ് പ്രതിപതനം. ഒപ്റ്റിക്കൽ ഫൈബർ, ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ, അതുപോലെ തന്നെ എൻഡോസ്കോപ്പി പഠിച്ചു വെക്കണേ. എൻഡോസ്കോപ്പിക്ക് കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണെന്ന് ചോദിക്കുക. എൻഡോസ്കോപ്പി, അതുപോലെ തന്നെ വജ്രത്തിന്റെ തിളക്കം, പിന്നെ പ്രധാനപ്പെട്ട മരീചിക എന്നിവയ്ക്ക് കാരണമായ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം. നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, വെള്ളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണയുടെ കനം കുറഞ്ഞ പാളിയിൽ കാണപ്പെടുന്ന പ്രത്യേക നിറത്തിന് കാരണം വ്യതികരണമാണ്. ഇത് രണ്ടും വ്യതികരണമാണ്. രണ്ടും ഒരേപോലെ തന്നെ അല്ലേ? ഓക്കെ, അപ്പോ സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന പ്രത്യേക വർണ്ണത്തിന് കാരണം ചോദിച്ചാലും വ്യതികരണമാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണയുടെ കനം കുറഞ്ഞ പാളിയിൽ കാണപ്പെടുന്ന പ്രത്യേക നിറത്തിന് കാരണം ഏതാന്ന് ചോദിച്ചാലും വ്യതികരണമാണ്. ഓക്കെ, അതാര്യ വസ്തുക്കളുടെ നിഴലിന്റെ അരിക് ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിഭങ്കനം. ഓക്കെ, വിഭങ്കനമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വിഭങ്കനമാണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇത് എന്തായാലും അറിഞ്ഞു വെക്കണം. അതാര്യ വസ്തുക്കളുടെ നിഴലിന്റെ അരികെ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിഭങ്കനം. ഓക്കെ, വിഭങ്കനം. ഒരു വട്ടം കൂടെ. അതാര്യ വസ്തുക്കളുടെ നിഴലിന്റെ അരികെ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിഭങ്കനം. ഏതാണ്? വിഭങ്കനം. പിന്നെ മേലെ എന്ത് പഠിച്ചു? വെള്ളത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ സോപ്പ് കുമിള, ഇത് രണ്ടും ഒരേപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ രണ്ടിനും കാരണം എന്താണ്? വ്യതികരണമാണ്. രണ്ടും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലെ? വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന എണ്ണപ്പാളിയിൽ നമുക്ക് കാണാൻ കഴിയും എന്ത്? പലതരം നിറങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സോപ്പ് കുമിളയിലും നമുക്ക് കാണാൻ കഴിയും. ഇതിന് രണ്ടിനും കാരണം എന്താണ്? വ്യതികരണമാണ്. വ്യതികരണം. പിന്നെ മഴവില്ലിന് കാരണം പ്രകീർണനമാണ്. മഴവില്ലിന് കാരണം പ്രകീർണനമാണ്. മഴവില്ലിന്റെ കാരണം പ്രകീർണനമാണ്. അപ്പൊ നമുക്ക് പഠിച്ചതൊക്കെ ഒന്നും കൂടെ നോക്കാം. ആദ്യം തൊട്ട് നോക്കാം.
അപ്പൊ നോക്കാൻ നക്ഷത്രങ്ങൾ മിന്നി മിന്നി കാണുന്നതിന് പിന്നിലെ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. അപവർത്തനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് ക്ലാസ്സിലെ ജലത്തിൽ കിടക്കുന്ന നാണയം അടിത്തട്ടിൽ നിന്ന് അല്പം ഉയർന്നതായി തോന്നുന്നതിന് കാരണം. ഇതേപോലെ തന്നെയല്ലേ നമ്മൾ പെൻസിൽ മുക്കി വെക്കുന്നത്. പെൻസിൽ ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ അതിനൊരു ചെരിവ് തോന്നും. അതായത് ഇവിടെ മുക്കി വെച്ചാൽ അത് ഇപ്പുറത്ത് പോയി കിടക്കുന്നത് പോലെ തോന്നും, നമുക്ക് ഒരു വിടവ് തോന്നും അല്ലേ. അപ്പൊ അതിനും കാരണം എന്താണ്? അപവർത്തനമാണ് കേട്ടോ. ഇതിന് രണ്ടിനും കാരണം അപവർത്തനമാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ വെള്ളത്തിൽ ഗ്ലാസ്സിലെ ജലത്തിൽ കിടക്കുന്ന ഗ്ലാസ്സിലെ ജലം ഇത് ആലോചിച്ച് വെച്ചാൽ മതി. ഗ്ലാസ്സിലെ ജലവുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്ന രണ്ടും ഏതാണ്? അപവർത്തനമാണ് കേട്ടോ. അപവർത്തനം. ഓക്കെ. ഗ്ലാസ്സിലെ ജലത്തിലുള്ള നാണയം, അതായത് താഴെ തട്ടിൽ കിടക്കുന്ന നാണയം കുറച്ച് മേലെയായിട്ട് നമ്മുടെ അടുത്തായിട്ട് തോന്നുന്നതിന് കാരണവും അപവർത്തനമാണ്. പിന്നെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന പെൻസിൽ ക്രമരഹിതമായി കാണപ്പെടുന്നതും എന്താണ്? രണ്ടും അപവർത്തനമാണ്. രണ്ടും പഠിച്ചു വെച്ചോ. ഈ പെൻസിലിന്റെ ചോദ്യം എപ്പോഴും വരും. ഇതിൽ പോയിന്റ് കൊടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോ. ഏതാണ്? അപവർത്തനമാണ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ചോദ്യം വരുവേ. പ്രകീർണനമാണ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം ഏതാണ്? പ്രകീർണനം. മഴവിൽ ഉണ്ടാവാൻ കാരണം പ്രകീർണനമാണ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം അതും എന്താണ്? പ്രകീർണനമാണ്. ഓക്കെ. മഴവിൽ കണക്ട് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം എന്ന് ചോദ്യം വന്നാലും ഏതാണ്? പ്രകീർണനമാണ്. ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം വിസരണമാണ്. ആകാശ നീലിമക്ക് കാരണം വിസരണമാണ് അല്ലെ. വിസരണമാണ് ആകാശ നീലിമക്ക് കാരണം. ആകാശ നീലിമക്ക് കാരണം കണ്ടെത്തിയത് ആരാണ്? റെയ്ലി പ്രഭു ആണ്. കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് ആരാണ്? സി വി രാമനാണ്. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്നത്, പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നത് എന്താണ്? അത് പ്രതിപതനമാണ്. പ്രതിപതനം. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ, എൻഡോസ്കോപ്പി, വജ്രത്തിന്റെ തിളക്കം, അതുപോലെ തന്നെ മരീചിക എന്നിവയ്ക്ക് കാരണമായ പ്രതിഭാസം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനം. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന പ്രത്യേക വർണ്ണത്തിന് കാരണം വ്യതികരണമാണ്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്നത് ചോദിച്ചാലും, അതുപോലെ തന്നെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന എണ്ണ അല്ലെ, എണ്ണയിൽ കാണുന്ന നിറത്തിന് കാരണം ചോദിച്ചാലും ഏതാണ്? രണ്ടും വ്യതികരണമാണ്. രണ്ടും ഒരേപോലെ നമുക്ക് കണക്ട് ചെയ്യാലോ. സോപ്പ് കുമിളയിലും നമ്മൾ കാണുന്നത് നിറങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിന് മുകളിലായി കാണപ്പെടുന്ന എണ്ണപ്പാളിയിലുള്ള നിറങ്ങളും ഒരേതാണ് അല്ലേ, നമുക്കറിയാം. വെള്ളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണയുടെ കനം കുറഞ്ഞ പാളിയിൽ കാണപ്പെടുന്ന പ്രത്യേക നിറത്തിന് കാരണം ചോദിച്ചാലും ഏതാണ്? വ്യതികരണമാണ്. വ്യതികരണം. അധാര്യ വസ്തുക്കളുടെ നിഴലിന്റെ അരികെ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം ഏതാണ്? വിഭംഗനം. ഏതാണ്? വിഭംഗനമാണ് കേട്ടോ. വിഭംഗനം. ഓക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കമ്മീഷനുകൾ നോക്കാം. പ്രധാനപ്പെട്ട കുറച്ച് കമ്മീഷനുകൾ എപ്പോഴും ചോദ്യം വരുന്ന കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം നമുക്കൊന്ന് പഠിച്ചു പോവാം. ഇവിടെ നിന്ന് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ. ആദ്യം RBI നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? എപ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ആസ്ഥാനം എവിടെയായിരുന്നു? അത് കൊൽക്കത്തയും. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദ്യം വരികയാണെങ്കിൽ അത് എവിടെയാണ്? മുംബൈ ആണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് മാത്രം ഒരു ചോദ്യം വരികയാണെങ്കിൽ ആൻസർ ഏതാണ്? മുംബൈ ആണ് ആൻസർ വരിക. മുംബൈ ആണ്. പിന്നെ RBIയുടെ ആദ്യ ഗവർണർ ചോദിക്കാറുണ്ട്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലെ. ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. പിന്നെ RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ദേശക്കാരൻ എന്ന് ഓർത്താൽ മതി. നമ്മുടെ ദേശക്കാരൻ CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരൻ അല്ലെ. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. പിന്നെ ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? B രാമറാവു ആണ്, അല്ലെങ്കിൽ ബനഗൽ രാമറാവു. അപ്പൊ ആലോചിച്ചാൽ മതി, രാമന്റെ കാലം തൊട്ട് അദ്ദേഹം ഗവർണറാണ്. അപ്പോൾ ഒരുപാട് കാലം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാതും ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ RBI ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ് അല്ലെ. മൻമോഹൻ സിംഗ് ആണ്. ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. ഇനി അപ്പൊ RBI നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്. ഇനി നബാർഡ് നിലവിൽ വരാൻ കാരണമായതാണെങ്കിലും നബാർഡ് നിലവിൽ വരാൻ കാരണമായത് ശിവരാമൻ കമ്മിറ്റിയാണ്. അപ്പൊ RBI ഹിൽട്ടൺ യങ് കമ്മിറ്റി, പിന്നെ നബാർഡ് ആണെങ്കിൽ ശിവരാമൻ കമ്മിറ്റി. ഓക്കെ. ഇനി റീജിയണൽ റൂറൽ ബാങ്ക് RRB ഏതാണ്? നരസിംഹ കമ്മിറ്റിയാണ്. RRB നരസിംഹ കമ്മിറ്റിയാണ്. അപ്പൊ ഇത് മൂന്നും പഠിച്ചല്ലോ. RBI നിലവിൽ വരാൻ കാരണമായത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. നബാർഡ് ശിവരാമൻ കമ്മിറ്റിയാണ്. RRB അതായത് റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വരാൻ കാരണം നരസിംഹ കമ്മിറ്റിയാണ്. ഒരു വട്ടം കൂടെ RBI നിലവിൽ വരാൻ കാരണമായത് ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. നബാർഡ് രൂപീകൃതമാവാൻ കാരണം
ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. ഈ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് RBI ആണ് കേട്ടോ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് RBI ആണ്. അതിനിപ്പോ ഇവിടെ പറഞ്ഞ നബാർഡ് കൂടെ ഉള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരെ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. ഓക്കെ, RBI ആണ് വായ്പകളുടെ നിയന്ത്രകൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡുമാണ്. രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? കടുവയാണ്. മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയും മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ എണ്ണപ്പനയുമാണ്. ചോദ്യം വരാറുണ്ട്, പഠിച്ചു വെക്കുക. പിന്നെ എപ്പോഴാണ് ദേശസാൽക്കരിച്ചത്? 1949 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. അതുകൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നബാർഡും കിട്ടി, റീജിയണൽ റൂറൽ ബാങ്കും കിട്ടി, RBIയും കിട്ടി. RBI നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. നബാർഡ് ആണെങ്കിൽ ശിവരാമൻ കമ്മിറ്റി. പിന്നെ RRB ആണെങ്കിൽ നരസിംഹ കമ്മിറ്റി. മൂന്നും കിട്ടിയല്ലോ, മൂന്നും സെറ്റായി. അടുത്തത് നോക്കാം. കേരള ബാങ്ക് ഏതാണ്? MS ശ്രീറാം കമ്മിറ്റിയാണ്. MS ശ്രീറാം കമ്മിറ്റിയാണ് കേരള ബാങ്ക് നിലവിൽ വരാൻ കാരണമായത്. MS ശ്രീറാം കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് ചോദ്യം വരാറുണ്ട്. ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തത് ആരാണ്? അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദ്വിതല പഞ്ചായത്ത് എന്ന ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇനി ഇരട്ട പൗരത്വം സിംഗ്വി കമ്മിറ്റിയാണ് അല്ലെ. LM സിംഗ്വി കമ്മിറ്റിയാണ്. ഇരട്ട പൗരത്വം, നമുക്ക് ഏക പൗരത്വമാണ് അല്ലെ. ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പക്ഷെ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. അപ്പോ കേരള ബാങ്ക്, MS ശ്രീറാം കമ്മിറ്റി, പിന്നെ ത്രിതല പഞ്ചായത്ത് പഠിച്ചു വെക്കണേ. ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തത് ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ്? ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത് നമുക്കറിയാം. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്. ഇത് മൂന്നാണ് ഉൾപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, ഇതാണ് ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്തി രാജിന്റെ പിതാവ് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്ത. അപ്പൊ ദ്വിതല പഞ്ചായത്ത് എന്ന ശുപാർശ ചെയ്തത് ആരാണ്? അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ്. പിന്നെ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? സിംഗ്വി കമ്മിറ്റിയാണ് ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സിംഗ്വി കമ്മിറ്റി. ഇതൊന്നുകൂടെ നോക്കാം. ആദ്യം RBI ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. നബാർഡ് ശിവരാമൻ കമ്മിറ്റിയാണ്. നബാർഡിന്റെ വർഷവും എപ്പോഴും ചോദ്യം വരാറുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. നമ്മൾ RBI നിലവിൽ വന്ന വർഷം പഠിച്ചു. 1935 ഏപ്രിൽ 1 പഠിച്ചിട്ടുണ്ടെങ്കിൽ നബാർഡ് രൂപീകൃതമായ വർഷം 1982 ജൂലൈ 12 കേട്ടോ. ജൂലൈ 12. ഓക്കെ, അപ്പോ രണ്ടും കിട്ടിയല്ലോ. 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. 1982 ജൂലൈ 12 നമ്മുടെ നബാർഡ് നിലവിൽ വന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞു തന്നത്. അപ്പൊ ഇരട്ട പൗരത്വം, ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് കൂടെ പഠിക്കണം. എവിടെ നിന്ന്? ബ്രിട്ടനിൽ നിന്നാണ്. ഈ ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. റിട്ട് ബ്രിട്ടൻ എന്ന് ആലോചിച്ചാൽ മതി. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. എപ്പോഴും ചോദ്യം വരാറുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയല്ലോ. കേരള ബാങ്ക്, MS ശ്രീറാം കമ്മിറ്റി, ത്രിതല പഞ്ചായത്ത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ദ്വിതല പഞ്ചായത്ത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റി, പിന്നെ ഇരട്ട പൗരത്വം LM സിംഗ്വി കമ്മിറ്റിയാണ്. ഇത്രയും കമ്മിറ്റികൾ എന്തായാലും അറിഞ്ഞു വെക്കണം. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പഠിച്ച കാര്യങ്ങൾ സെറ്റ് അല്ലേ? കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം എപ്പോഴും വരാറുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ഇതിലില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ട്രാ പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായമാണെങ്കിലും മോശം അഭിപ്രായമാണെങ്കിലും എന്താണെങ്കിലും നല്ല അഭിപ്രായം എന്ത് അഭിപ്രായമാണെങ്കിലും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടുകൂടെ നിർത്തുകയാണ്. ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.